പത്തനാപുരം നടുക്കുന്നിൽ അപകടം. ബസ് യാത്രികരായ 10ഓളം പേർക്ക് പരിക്കേറ്റു. KSRTC ബസ് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. തെങ്കാശിയിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ. പുനലൂരിനും പത്തനാപുരത്തിനുമിടെ കഴിഞ്ഞ 3 മാസത്തിനിടെ ചെറുതും വലുതുമായ 26ഓളം വാഹനാപകടങ്ങളാണ് ഉണ്ടായത്. പുനർനിർമ്മിച്ച റോഡ് ടാറിംഗ് അടക്കം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട പരമ്പരയ്ക്ക് കാരണമായി പറയുന്നത്. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരം നടുക്കുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം KSRTC ബസ് റോഡിന്റെ വശത്തേക്ക് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി പിന്നാലെ വന്ന മാരുതി കാർ ബസിന് പിന്നിലായി ഇടിച്ചു കയറിയത് കഴിഞ്ഞ ദിവസമാണ്. ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണമാണ് ഈ അപകടം ഇന്നിവിടെ ഉണ്ടായത്. ഈ 90 ദിവസത്തിന് മുമ്പ് ഈ റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയതാണ്. ഈ 90 ദിവസത്തിനിടയിൽ 10-30 പ്രാവശ്യം ഈ റോഡിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് 2-3 പേർ അപായപ്പെടുകയും ചെയ്തു. വാഹനങ്ങൾ ആക്സിഡൻറ്റ് പറ്റുകയും ജീവഹാനി സംഭവിക്കത്തക്ക നിലയിലുള്ള അപകടങ്ങളാണ് ഒന്നിലധികം അപകടങ്ങൾ ഉണ്ടായി. തെങ്കാശിയിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം അമ്പലമുക്ക് വിഷ്ണുനഗറിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. 10 മാസം പ്രായമുള്ള കുട്ടിയടക്കം കാറിലുണ്ടായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ബസ് യാത്രക്കാരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പത്തനാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എതിർദിശയിൽ വന്ന ടിപ്പർ ലോറിക്ക് വശം കൊടുക്കുന്നതിനിടെ റോഡ് വശത്തെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ബസ് ഇടിച്ചു കയറിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇപ്പം നിലവിലിപ്പോൾ അറിയാൻ കഴിഞ്ഞത് വലിയൊരു ലോറി ഈ സൈഡിലോട്ടൊന്ന് കയറി വന്നു. വലിയൊരു കണ്ടെയ്നർ ലോറി ഈ സൈഡിലോട്ട് കയറി വന്നപ്പോൾ ഇച്ചിരി ഒന്ന് വെട്ടിച്ചതാണ്. അതിനെ കൺട്രോൾ പോയി കയറിയെന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം നാട്ടുകാർ കണ്ടുകൊണ്ടിരുന്നതുൾപ്പെടെ അറിയാൻ കഴിഞ്ഞില്ല. മഴച്ചാറ്റിലും കൂടെ ഉണ്ടായിരുന്നു. സ്ലിപ്പിങ്ങോട് ഒരു പ്രശ്നമായി കാണിച്ചത്. ചെറിയ മഴ പെയ്താൽ റോഡിൽ തെറ്റലുണ്ടായി അപകടമുണ്ടാകുന്നത് പതിവാണ്. സംഭവ സമയം മഴ പെയ്ത റോഡിൽ വെള്ളമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.